25 വയസ്സിൽ താഴെയുള്ള പിള്ളേർ കമ്പ്യൂട്ടർ വഴി റോഡിലിളകി. അത് ഇവിടുത്തെ പാർട്ടിയും റെഡിയായി, കോക്രോച്ച് ജനതാ പാർട്ടി. സന്തോഷമില്ലല്ലോ. 2 ലക്ഷം രൂപ കൂടുതൽ വണ്ടി കൊണ്ടുവരുത്, പിടിച്ചാൽ കോടതി നിൽക്കേണ്ടി വരും. അവർ പറഞ്ഞു അമേരിക്കയെ തകർക്കണം, എണ്ണവില ഡോളറിൽ നിന്ന് മാറ്റണം. അത്ര ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് ICICI ബാങ്ക്, ചൈന, അതാ ട്രാൻസാക്ഷൻ. ഇന്ത്യൻ കറൻസി അല്ല, ചൈനയുടെ യുവാൻ കൊടുത്താൽ എണ്ണ മേടിക്കുന്നത്. അല്ല, ഇറാൻ തകരത്തില്ല. ഇറാൻ തകർന്നു കഴിഞ്ഞാൽ അന്തിക്രിസ്തു വരത്തില്ല. പൂനാക്കാരെ ഒരു 39കാരൻ കമ്പ്യൂട്ടറിൽ ഒരു പാർട്ടി കൊണ്ടുവന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പം 5 കോടി പേരാ എന്ന് പറയുന്നു. ഇന്നങ്ങാണ്ട് ആരും നോട്ടീസ് പോസ്റ്റുമില്ല. എറണാകുളത്ത് മറൈൻ ഡ്രൈവിലും ചെറുപ്പക്കാർ ഇറങ്ങാൻ പോകുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി. 2024 സ്വിറ്റ്സർലൻഡിൽ 126 രാജ്യങ്ങൾ കൂടിയിട്ട് ഒരു കാര്യം പറഞ്ഞു: അതിരുകളില്ലാത്ത ലോകം. ഒരു പാസ്പോർട്ട്, ഒരു കമ്പ്യൂട്ടർ, ഒരു മൈക്രോ ചിപ്പ്, സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യും. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ബൈബിളിലേക്ക് വരുക. ലോകം ഒരുവൻ ഭരിക്കുമോ? വായിക്കാൻ മോനെ. വെളിപ്പാട് പുസ്തകത്തിന്റെ 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരാറായി. വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ 10 കൊമ്പും. ആരാ 10 കൊമ്പ്? അവിടെ സമാധാനത്തിൽ മുമ്പോട്ട് പോകണം. ആരാ 10 കൊമ്പ്? റഷ്യ തകർന്നപ്പോൾ ഒരുവൻ വന്നു, അവന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനകത്ത് നിങ്ങളോട് പറഞ്ഞു തരാം എത്ര രാജ്യങ്ങളുണ്ടെന്നറിയാവും? 12 രാജ്യങ്ങൾ വോട്ടവകാശം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. 30 രാജ്യങ്ങളുണ്ട്. അതിന് കിട്ടുന്ന വിസയുടെ പേരാ ഷെങ്കൻ വിസ. ഒരു വിസ ഉണ്ടെങ്കിൽ എവിടെയും പോവാം. താഴെക്കുന്ന 12 രാജ്യങ്ങൾ. കുഞ്ഞ് ലൈവ് ക്ലിയർ ആയിട്ട് കൊടുക്കണം. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അതിലൊന്നിനെ ദൈവം വെട്ടി. കാഞ്ഞിരംകുളത്ത് ശോശാമാമ്പ ബ്ലൗസിന്റെ കൈ വെട്ടിയോല്ലോ, ഒറ്റ വെട്ട് ബ്രിട്ടൻ. ഇനി 11 ഉള്ളു. മനസ്സിലാക്കുന്നവർക്കായി. ഇനി ഒന്നുകൂടെ പോയാൽ എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. അതുകൊണ്ടല്ലേ ഭാസ്കർ നഗറി വത്സമാമ്മയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, കുഞ്ഞുങ്ങളെവിടെ? അമ്മച്ചി പറഞ്ഞു, മൂത്തവൻ സ്വിറ്റ്സർലൻഡ്, രണ്ടാമത്തവൻ എവിടെ? അയർലൻഡ്, പെങ്കൊച്ചു മാൾട്ടാദ്വീപ്. ഇപ്പൊ അമ്മച്ചി വേലക്കാരി ഉണ്ട്. വേലക്കാരി മതിലിയാടിയാ കട്ടമുള്ളൂ കിട്ടിയാൽ ഹല്ലേലൂയ ഹോശന്ന എല്ലാം പറന്നു പോയി. പ്രാക്കളെ പോലെ അതാ അന്ത്യകാലം. മനസ്സിലാക്കുന്നവർക്കായി 10 കൊമ്പ്. അങ്ങനെയെങ്കിൽ ഇന്റർനെറ്റ് ലോകത്തിലേക്ക് മൈക്രോ ചിപ്പ്. വായിച്ചാട്ടെ. 10 കൊമ്പും 7 തലയും. 7 തലയാ. 7 ഭൂഖണ്ഡങ്ങൾ: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇത് സാറ്റലൈറ്റിൽ വരാൻ പോകുന്ന ഒരുവന്റെ കയ്യിൽ. അടുത്ത വാക്ക് വായിക്കാം. കൊമ്പുകളിൽ 10 രാജമുടിയും. യൂറോപ്പ്, അമേരിക്ക തകരാൻ പോകുന്നു. യൂറോപ്പിനോട് 10 രാജ്യങ്ങൾ ചേരും. ഒരു ഏകലോക ഭരണം. അടുത്ത വാക്ക്. തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന്റെ പേരാ എതിർക്കസു. ഒരുവൻ സമുദ്രത്തിൽ നിന്ന് ജനത്തിന്റെ ഇടയ്ക്ക് നിന്ന് കയറും. വായിച്ചാട്ട് കുഞ്ഞെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക്, അതായി ഗ്രീസ്. അടുത്തത്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. അതുകൊണ്ട് കാഞ്ഞിരംകുളത്ത് ദൈവമക്കൾ ഭാസ്കർ നഗറിലെ ഇറാൻ തകർന്നു കഴിഞ്ഞാൽ അന്തിക്രിസ്തു വരത്തില്ല. ഇത് വെടിനിർത്തൽ ഉണ്ടാവും. അമേരിക്ക വലിയ വെടിനിർത്തലേക്ക് വലിയടി നടക്കത്തില്ല, ചെറിയ പൂരമേ നടത്തുള്ളൂ. അതാ ഇറാൻ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് വായിച്ചോ മോനെ. വായ് സിംഹത്തിന്റെ വായ് പോലെ. ഇറാഖ്, അതാ തലയിറക്കുന്ന നായാട്ട് വീരന്മാർ, നിമ്രോദിന്റെ തലമുറ. നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഇവിടുന്ന് പോയി കളിക്കാവളിൽ നിന്ന് SI വിൻസെന്റിനെ ഒറ്റയടിക്ക് തുപ്പാക്കി തീർത്ത് കളഞ്ഞു. അതുപോലെ തലയിറക്കുന്ന നായാട്ട് വീരന്മാർ ലോകത്തിൽ വരും. ഇതെല്ലാം ആന്റി ക്രൈസ്റ്റിന്റെ വരവ്. അതിന് മഹാസർപ്പം. വായിച്ചാട്ട് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും അധികാരവും മൈക്രോ ചിപ്പ് വഴി സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. മുഴുവൻ ഒരു കമ്പ്യൂട്ടറിന്റെ കീഴിലേക്ക് വരുന്നു. മഹാസർപ്പം. വലിയ ശക്തി, അധികാരം, മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. ഈ മൃഗം ആര് കാണും? എന്തിനു വേണ്ടി ഭാസ്കർ നഗർ കുഞ്ഞുങ്ങൾ 28ാമത് കൺവെൻഷൻ വെച്ചു? വായിക്കുന്നു. വെളിപ്പാട് 17:8-9. സാറ്റലൈറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 17:8-9. നീ കണ്ട മൃഗം. വായിക്കാൻ മോനെ. കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും റോമാ സാമ്രാജ്യം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്തതും. ഇപ്പോൾ ജനാധിപത്യ ഭരണം. ഇനി അടുത്തത്. ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതാണ്. അടുത്തത്. ഉണ്ടായിരുന്നത് ഇല്ലാത്തത് വരുവാനുള്ളതുമായ മൃഗത്തെ. ഇതാണ് എല്ലാവരും നോക്കണം. പാസ് വായിക്കുന്ന കേട്ടോണം. വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരവിടെ പോവും. കരമുയരുന്നില്ലല്ലോ. അതിനായി കൺവെൻഷൻ കാന്തന്റെ വരവിലെടുക്കപ്പെടും. അതാ നമ്മുടെ പ്രത്യാശ. ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. അതിനു മുമ്പ് ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കാന്തന്റെ വരവിലെടുക്കപ്പെടും. അതിനുവേണ്ടിയായി കൺവെൻഷൻ. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കുമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാൾട്ട്മാൻ, മോഡിജി, ആന്ത്രോപോ, അത് കഴിഞ്ഞിട്ട് ഇലോൺ മസ്ക്, ഇവരെല്ലാം കൂടെ ചേർന്ന് സാറ്റലൈറ്റ് വഴി മനുഷ്യനെ നിരീക്ഷിക്കാൻ പോകുന്നു സഞ്ചാർ സാധ്യയിലേക്ക്. ആസ്പദമായി
ഒന്നാമത്തെ സംഭവം. 7 സംഭവങ്ങൾ ഇപ്പോൾ പറയും ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ഇടവേളയിലേക്ക്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഒരക്കത്തിൽ വരണമെങ്കിൽ ഒരു കാര്യം ഇവിടെ നടക്കണം. അതിനാസ്പദമായി ഏറ്റവും നിർണായകമായി മൈക്രോ ചിപ്പ് മനുഷ്യന്റെ കൈകരളിലേക്ക് വരണം. അതിനാസ്പദമായി വായിച്ചു തുടങ്ങുന്നു. പക്ഷെ ഒരു വാക്യം കൂടെ വായിക്കണം. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വാക്യങ്ങൾ. ഒന്നെടുത്താട്ട് കുഞ്ഞ്. വെളിപ്പാട് 13, 16, 17. ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരുമായ എല്ലാവരും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതെയും ആകുന്നു. അവിടെ ഒരു മിനിറ്റ് ഓടിപ്പോലെ മക്കൾ അവിടെ വെച്ചേക്കണം. എല്ലാവരും കേൾക്കണം. അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാതെയും ഇരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു സംഖ്യ വരണം, ഒരു മുദ്ര വരണം. ആസ്പദം ഇവിടം തൊട്ട് തുടങ്ങുന്നു. 2009 മോനെ ലൈവ് ക്ലിയർ. ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഒരക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ ആധാർ, ഇന്ത്യ ആധാർ, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കൻ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അത് കഴിഞ്ഞതിന് ശേഷം സിംഗപ്പൂർ ഐ ഡി, ഇസ്രായേൽ സെക്യൂരിറ്റി നമ്പർ, ലോക രാജ്യങ്ങൾ മുഴുവൻ അക്കത്തിലേക്ക് വരുന്നു. ഒരുവൻ ഭരണത്തിൽ വരുവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അതിനാസ്പദമായി നിങ്ങൾ ആധാർ എടുക്കാൻ പോയി. ഒന്നാമത്തെ തുടക്ക ചിപ്പിന്റെ നിങ്ങൾ എവിടെ വെച്ച കൈവച്ചു. അതിനുശേഷം കണ്ണ് കാണിച്ചു, കണ്ണടയ്ക്കൂ, കണ്ണ് തുറക്കൂ, നെറ്റ് സ്കാൻ ചെയ്തു, കൈവച്ചു, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഇന്ന് രാത്രി നിങ്ങളോട് പറയാ. മൈക്രോ ചിപ്പിന്റെ തുടക്കം. രണ്ടാമത്തെ കാര്യം, അതിനാണ് ഈ കാഞ്ഞിരംകുളത്ത് ബാലരാമപുരത്ത് ആധാർ സെന്ററിന്റെ മേളിൽ നീതി ആയോഗ് മനുഷ്യന്റെ കയ്യിലേക്ക് വരുന്നതിന്റെ കാലമാണ്. രണ്ടാമത്തെ കാര്യം, കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? നിങ്ങൾ ചർച്ചിനകത്ത് പോയി കാലയിലല്ല ചൂട് നോക്കിയത്, കയ്യിൽ ഇൻഫ്രാറെഡ് മീറ്റർ, തലയിൽ നോക്കിയെങ്കിൽ 2 ഇടത്ത് മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താൽ വർക്ക് ചെയ്യും ഹീറ്റ്. അതിനാസ്പദമായി ഇത് സംഭവിക്കും. 36,000 പേർക്ക് കേരളത്തിൽ കോവിഡ് കേസ് വന്നു. സഹോദരി വീണ ജോർജ് പറഞ്ഞു 2 ഡോസ് വാക്സിൻ. അതാ ബസ്സിൽ, അത് കഴിഞ്ഞിട്ട് ബാങ്കിലൊക്കെ വി ആർ 2 ഡോസ് വാക്സിനേറ്റഡ്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ വലങ്കയായിരുന്ന ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഈ സഹോദരി പറയുന്ന തെറ്റ, ചൂട് നോക്കി ആർക്കും കയറാം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വാങ്ങുവാനും വിൽക്കുവാനും ഒരു സംഖ്യ വേണം. ആ സംഖ്യ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. നമ്പർ 1. ഇന്ന് നിങ്ങളുടെ ഗ്യാസ് വീട്ടുമുറ്റത്ത് വരും. ബുക്ക് ചെയ്ത് 950 കൊണ്ട് സൗമ്യ സിസ്റ്റർ നിന്നാൽ ഗ്യാസ് കിട്ടത്തില്ല. അവർ ചോദിക്കും ഡാക്ക് നമ്പർ. കരമുയരുന്നില്ലല്ലോ, നമ്പർ ഇല്ലാതെ ഗ്യാസ് കിട്ടത്തില്ല. നിങ്ങളുടെ വണ്ടികൾ ഇവിടെ കിടക്കുന്ന കാരണത്ത് RFID വന്നു. അവസാനമായി 2023 കഴിഞ്ഞപ്പോൾ മൈക്രോ ചിപ്പ് എവിടത്തെ പാസ്പോർട്ടെല്ലാം കഴിഞ്ഞു. മൈക്രോ ചിപ്പിന് പകരമായി QR കോഡ് സ്കാൻ ചെയ്യുക. കാഞ്ഞിരംകുളത്തും ചാണിയിലും പൗപ്പത്തിൽ ഇവിടെ ചായ കൊടുത്തിട്ട് അവിടെ ഒരു QR കോഡിൽ 20 രൂപ കട്ടായി. ഹല്ലേലൂയ, ഹോസന്ന. അച്ഛാ ഇനി ഇതൊന്നേ ഉള്ളു, കൈകളിലും നെറ്റിമേലും വരാറായി. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടാറായി. ഇവിടെ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം, മനുഷ്യൻ കൈമുദ്രയിടുമോ? നിങ്ങൾ ആധാർ എടുക്കാൻ പോയി, ഫിംഗർ പ്രിന്റ് എടുക്കാൻ പോയി, കൈമുദ്രയിടുമോ? പണ്ട് റേഷൻ മേടിക്കാൻ കൈ വേണ്ടായിരുന്നു, ഇപ്പൊ റേഷന് കൈ. എൻ്റെ ഇപ്പം കാഞ്ഞിരംകുളത്തൊരു പയ്യ ഇരിക്കത്തില്ലോ, ഹാത്തിരക്കോ ദന്തമാക്കാൻ ജിയോ ലേക്കേ ജാവോ ചേച്ചി. സന്തോഷമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ക്യാൻസർ രോഗികൾക്ക്, എനിക്കിത് അറിയാവുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ക്യാൻസർ വന്ന് എൻ്റെ കൈ കടന്ന് മരിച്ചു. എനിക്കറിയാം അതിവേദന. അപ്പോൾ ലാസറിനിടയ്ക്ക് മോർഫിൻ കൊടുക്കും. മോർഫിൻ കൊടുത്തതിന് ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്ക്. എന്നിട്ട് ചോദിക്കുന്നത് എന്താ? കള്ളിക്കാടുന്ന് കുഞ്ഞപ്പൻ ചേട്ടൻ വന്നു എന്നല്ല, യേശുവിനെ വന്നു എന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവൻ്റെ പ്രത്യാശ മനസ്സിലാകുന്നവർക്ക്. സഹോദരിമാർ പറയും ബ്രദർ വരും. അയ്യാ നീ കാപ്പാത്തെങ്കിൽ വരുവത് ഞങ്ങൾ കൂപ്പിട്ടിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്ക് തമിഴിൽ. അങ്ങനെ വരും കാത്തിരുന്ന യേശു വന്നില്ല. നാട്ടുകാരെല്ലാം പറഞ്ഞ് യേശു ഇവിടുന്ന് കപ്പ കഴിച്ചു, മീൻ കഴിച്ചു, പൂവാറിൽ അയില കഴിച്ചു, താണ്ടി സഹോദരന് സുഖമില്ലായിട്ട് വന്നില്ലെന്ന്. സന്തോഷമില്ലല്ലോ. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം. അവനെ ശീലകൾ പ്രകാരം അടക്കി. സഹോദരങ്ങൾ കേൾക്കണം. മരണാനന്തര ജീവിതം അവനെ അടക്കി. 1-ാം ദിവസം യേശു വന്നില്ല, 2-ാം ദിവസം യേശു വന്നില്ല, 3-ാം ദിവസം യേശു വന്നില്ല. യേശു വരാതിരിക്കാൻ കാര്യമുണ്ട്. കല്ലറയുടെ ചുറ്റും 3 ദിവസം ആ ആത്മാവ് കറങ്ങുമെന്ന യഹൂദൻ പരീക്ഷന്മാർ പഠിപ്പിക്കുന്നത്. എൻ്റെ പൊന്നച്ചായ കട്ടകാലത്തിനെങ്ങാണ്ട് യേശു വന്ന് ലാസറേന്ന് വിളിച്ച് ഉയർത്തെഴുന്നേറ്റ് ഈ പള്ളിപ്രമാണിമാർ പറയും ആത്മാവിനെ കയറ്റി എഴുന്നേപ്പിച്ചെന്ന്. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് 3 ദിവസം. അത് പറഞ്ഞപ്പോഴാ സന്തോഷമില്ലല്ലോ. നമ്മുടെ ഭാസ്കർ നഗറിലെ അവരാച്ച മരിച്ചുപോയി. യോതിമോൾ ഇപ്പോഴും കല്ലറയുടെ 7 അയലത്തൂടെ പോകത്തില്ല. സന്തോഷമില്ലല്ലോ. അച്ചായൻ അവിടെ ഇരിപ്പുണ്ടത്. അങ്ങനെ പറയുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. ഈ അടുത്ത സമയത്ത് ചില വീട്ടുകളിൽ സംഭവിക്കുന്ന ഒരു സംഭവം. അപ്പം അച്ചായൻ മരിച്ചുപോയി. കുഞ്ഞോളാൻ്റിയുടെ മോള് ജോസ്മിയുടെ കല്യാണമാണ്. അപ്പം രാവിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചിറങ്ങും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലയോ, കുമാരി കേൾക്കാൻ ചെവി തരിക. ഇതെല്ലാം പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ
കുഞ്ഞുമായിട്ട് അമ്മ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ദാണ്ട് വട്ടയുടെ മേളി ഒരു തത്ത ഇരുന്ന് പ്രാവ് ഇരുന്ന് പാടുന്നു. ഉടനെ മമ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, പപ്പയ്ക്ക് ജോസ്മിയോടെ കല്യാണം കാണാൻ എന്തോ ഒരാഗ്രഹമായിരുന്നു, ഇപ്പം പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് കരയുവാന്ന്. സന്തോഷമില്ലല്ലോ. അത് പറയുന്ന ക്രിസ്ത്യാനിയുണ്ട്. 2 TPM-കാർ അവർ വളരെ എൻ്റെ സ്നേഹിതരെ പ്രാർത്ഥിക്കുന്നവരാ. TPM-ൽ ഒരു അപ്പച്ച ഒരിക്കൽ കൊട്ടാരക്കര വെച്ച് പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പേരെന്നെ വിളിച്ച്, എൻ്റെ സജു ഒരു സംഭവം നടന്നു, വാളകത്തിനടുത്ത് ഏതോ ഒരു വീട്ടിൽ പോയി. അപ്പോൾ ഒരു പെങ്കൊച്ചിന് രാവിലെ പ്രാർത്ഥിക്കാൻ ഇറങ്ങി. എല്ലാവരും കേട്ടാട്ട് പ്രാർത്ഥിക്കാൻ ഇറങ്ങി കഴിഞ്ഞു. അപ്പച്ചൻ പ്രാർത്ഥിച്ച് കട്ടൻ ചായ കുടിച്ച് എല്ലാവരും ഒക്കെ കുഞ്ഞിന് പ്രഷറോട് കൊടുത്തപ്പോൾ 85 വയസ്സുള്ള അമ്മച്ചിയുടെ ശബ്ദത്തിൽ കുഞ്ഞങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ മമ്മി പറഞ്ഞു, യോ മോടെ കല്യാണം കാണാൻ വല്യമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്ത് കയറി പ്രൈസലോട് കൊടുക്കുന്നെന്ന് മനസ്സിലാകുന്നവർക്കായി. അപ്പച്ചൻ പറഞ്ഞുകൊണ്ട് LDF വരും, എല്ലാം ശരിയാക്കും, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞിൻ്റെ തലയിൽ കഴിച്ച് ഒറ്റ സ്വോത്രം, ദിം ധരിക്കണതും താ കിടക്കുന്ന സ്വോത്രം വെള്ളവും കൊടുത്ത്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു വല്യമ്മച്ചിയാന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു വല്യമ്മച്ചിയൊക്കെ എന്നേ പോയി, വല്യമ്മച്ചിയുടെ കൂടെ നടന്ന പിശാചാന്ന്. സന്തോഷമില്ലല്ലോ, ഗദർദേശത്ത് കയറിയുള്ള സ്വോത്രം. ഇതുപോലെ പറയുന്ന പലരും കാഞ്ഞിരംകുളത്തുണ്ട്. ഒന്നേ നീ രക്ഷപ്പെട്ടാൽ അക്കരെ നാട്ടിൽ കയറിക്കോണം, അല്ലാതെ ഇവിടെ നിന്ന് കറങ്ങാനൊന്നും കാര്യം നടക്കത്തില്ല. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. രണ്ടാമത്തെ മെഡിക്കൽ സയൻസ്, മരിച്ചവൻ ഉയർക്കോ മരണാനന്തര ജീവിതം. രണ്ടാമത്തെ കാര്യം എന്താ? മെഡിക്കൽ സയൻസ്. അതിൽ 1-ാം ദിവസം മരിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവും. സയൻസ് കൂടെ കേട്ടു. 2 അസ്ഥികൾ മുഴുവൻ വീണ്ടാത് കീറാൻ തുടങ്ങും. 3 നാറ്റം വെക്കും. അതുകൂടെ 4-ാം ദിവസം മനുഷ്യൻ അടുക്കാൻ പറ്റത്തില്ല. ബ്ലഡ് ക്ലോട്ട്, അസ്ഥികളെ ശരീരം ജീർണിച്ച് തുടങ്ങും. 4-ാം ദിവസം യേശു വന്നു. സഹോദരിമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരണം സംഭവിക്കുകയില്ലായിരുന്നു. യേശു പറഞ്ഞു, മക്കളെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവനെ അടക്കിയ കല്ലറയവിടെ. ഇതാണ് മരണാനന്തര ജീവിതം. ഇതാണ് ഇയ്യോബ് പറഞ്ഞത്, അവൻ എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ. യേശു ചെന്നു. ബൈബിൾ കൂടെ ഇരിക്കണം മക്കള്. യോഹന്നാൻ 11:43. കല്ലറയുടെ അവിടെ ചെന്ന് യേശു വിളിച്ചു, ലാസറേ ലാസറേ പുറത്തു വരിക. അവൻ പുറത്തു വന്നു. 108 ആംബുലൻസ് കയറി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയാച്ചാ ഇല്ല. യോഹന്നാൻ 12:2 ഒരു പന്തി ഒരുക്കി, അതിനകത്ത് ലാസർ. അതാ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം. അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. കർത്താവിന്റെ വരവ് ഗംഭീരനാദത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നവർ. അതുകൊണ്ട് ഇന്ന് രാത്രി, നാളെ ഭാസ്കർ ലോകമെല്ലാം കരം ഉയർത്തി പറയണം, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ട സാരമില്ല. ഇന്ന് രാത്രി അതുകൊണ്ട് ഇന്ന് പണ്ട് പാവപ്പെട്ടവരായിരുന്നു കുഞ്ഞുവാനച്ച ആത്മഹത്യ ചെയ്യുന്നത്. സന്തോഷമില്ലല്ലോ. ഇന്ന് കപ്പൽ ജോയി, കോൺഫിഡന്റ് റോയി, മുത്തൂറ്റ് രാജനെ എല്ലാം ചാവുക. സന്തോഷമില്ലല്ലോ. പണ്ട് എല്ലാം തീരുമല്ലയോ സ്വോത്രം. ഇന്ന് പണക്കാരനെല്ലാം ചാടി ചാവുക. പണ്ട് പാവപ്പെട്ടവനായിരുന്നു, തിന്നും കുടിക്കുക എല്ലാം തീരും. നീ ചാടി ക്രിസ്ത്യാനി. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഞായറാഴ്ച ആരാധനയ്ക്കും പാതെ കൺവെൻഷനും കേൾക്കാതെ മൊബൈലും കുത്തി വീഗാലാൻഡിലും അമ്യൂസ്മെന്റ് പാർക്ക് പൊട്ടിയതേ ഉള്ളൂ. ഇനി ബാക്കി എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പ്രാർത്ഥിച്ചോ. സഭയിൽ ഉപവാസം നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്യൂസ്മെന്റ് കറക്കിക്കൊണ്ടിരിക്കുക. നീ കറക്ക്. സ്വോത്രം. ചിലർ പറയുന്ന പാസ്റ്ററെ ഞങ്ങൾ ലൂലു പോയിരിക്കുക, അതുകൊണ്ട് കാത്തിരിപ്പ് യോഗത്തിന് ഇല്ലെന്ന്. സ്വോത്രം. നീ ചിക്കൻ കാലം നിന്ന് ഗൾഫിനേക്കാളും വരാൻ പോവാ. നീ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാൻ പോവാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 1-ാമത്തെ ഇടവേളയിലേക്ക് 1 ആധാർ, 2 പാസ്പോർട്ട്, 3 ആനയുടെ പാൽ, 4 ബാങ്ക് ATM, 5 RFID. എവിടെ? വണ്ടിയുടെ മേളിൽ. 6-ാമത്തെ കാര്യം QR കോഡ്. അങ്ങനെയെങ്കിൽ ഇനി കൈമേലും നെറ്റിമേലും മൈക്രോചിപ്പ്. ഇസ്രായേലിലേക്ക് പോകുന്നു. 3 വാക്യം ഇടവേള, പിന്നെ 2 വാക്യം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇസ്രായേലിനകത്ത് 3 കമ്പനി ഉണ്ട്. IBM ഉണ്ട്, ഇന്റൽ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. കോവിഡ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? കുഞ്ഞുങ്ങളുടെ കയ്യിൽ ചെറിയ ചിപ്പ് കൊടുക്കാൻ ഷാബ്, അത് കഴിഞ്ഞിട്ട് വലിയവരുടെ കയ്യിൽ വലിയ ചിപ്പ് കൊടുക്കാൻ ഹൈഷാൻ. അത് വെച്ച് മനുഷ്യനെ മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഇസ്രായേലിൽ കലാപം തുടങ്ങി. മോശയുടെ മക്കൾ 3 പേരെന്ന് ഇസ്രായേൽ ചരിത്രം പറയുന്നു. ബൈബിളിനകത്ത് കാണുന്നില്ല. അവർ പറയുന്ന മോശയുടെ കുഞ്ഞുങ്ങൾ ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി, കർത്ത. അവന്മാരായി വിലാപം അതിൽ ചെന്ന് തലയിടിച്ച് കരയുന്നത്. അവരെല്ലാം കൂടെ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നറിയാവോ? മര്യാദയ്ക്ക് നല്ലതാ, അതുകൊണ്ട് ചിപ്പ് വന്നില്ല. യഹൂദൻ ചിപ്പ് വെക്കുമോ ആരുടെ തല അറുക്കപ്പെടും. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. പെയ്ത്തോമിന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കും. പുറപ്പാട് പുസ്തകം 13:9 ആദ്യത്തെ ഭാഗം. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് പുറപ്പാട് 13:9 വായിച്ചോട്ട് മക്കളെ. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും കണ്ണുകളുടെ നടുവിൽ നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. മോൻ അവിടെ നിത്യാർത്ഥിന്റെ ലേവ്യ പുസ്തകം ഞാൻ പറയുമ്പോൾ ദാണ്ടേ യഹൂദന്റെ വചനം നമ്മുടെ കണക്ക് ബൈബിളും ഗൂഗിളും അല്ല.
ഒന്ന് അവൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ട്, രണ്ട് തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. അതിനവന്മാർ വിളിക്കുന്ന യൂതുകെ വൗകെ, എതിർ ക്രിസ്തു വരും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവനെ കൈക്കൊള്ളും. അവൻ ഈ വചനം മാറ്റും. ആ വചനം മാറ്റിയിട്ട് മൈക്രോ ചിപ്പ് വെക്കാൻ തുടങ്ങും. യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കും അമ്മാമേ. യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കുന്നതിന് വിട്ടൊരു സംഭവം നടക്കും, അതിനു വേണ്ടിയ കൺവെൻഷൻ. എന്തുകൊണ്ടാണ് യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കാത്തത്? മോശയുടെ ന്യായപ്രമാണം, ഉൽപ്പത്തി, പുറപ്പാട്, ആവർത്തനം, ലേവ്യ, സംഖ്യ, അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൈക്രോ ചിപ്പ് വെച്ചാൽ ശപിക്കപ്പെട്ടവൻ. വായിക്കാം, ലേവ്യ പുസ്തകം 13:28 വാക്യം. മൈക്രോ ചിപ്പ് വെച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുമോ? ലേവ്യ പുസ്തകം 13 അധ്യായം 28 വാക്യം. അനിൽ പാസ്റ്റർ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ. എല്ലാ കാഞ്ഞിരംകുളത്തുകാരും ചാണിക്കാരും ഇത് കേൾക്കാനാ. പെൺപിള്ളാരും പഠിക്കുന്ന ടീച്ചർമാരും നാളെ സ്കൂളിൽ പോകുന്നവരും. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും, ആ കണ്ട നിലയിൽ നിലനിൽക്കുകയും ചെയ്താൽ, നിറം മങ്ങാതിരിക്കുകയും ചെയ്താൽ, നിറം മങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പാകുന്നു. അത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ ആരാ? വായിച്ചമ്മനെ, പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്നും വിധിക്കണം. മതി. ദാണ്ട് കൈമേൽ നെറ്റിമേൽ ചിപ്പ് വച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ഇന്നത്തെ CSI ആവട്ടെ, പെന്തിക്കോസ് ആകട്ടെ, കുഞ്ഞുങ്ങളൊരു സാധനം വരച്ചുകൊണ്ടിരിക്കുമല്ലോ. എന്തുവാ കുഞ്ഞു മനസ്സാ? ടാറ്റു. സന്തോഷമില്ലല്ലോ. ക്രിസ്ത്യാനിയും കയ്യിൽ പാമ്പ്, പിന്നെ കയ്യിൽ ആടുതൻ, എന്തൊക്കെയാ വരയ്ക്കുന്നതെന്നറിയാവോ? ഇതെല്ലാം ശപിക്കപ്പെട്ടതാ. അതാണ്ട് ബൈബിൾ പ്രകാരം. ഇന്നാളൊരു പാസ്റ്റ് നോക്കിയപ്പം കയ്യിൽ കൊച്ചു ഇന്ത്യയുടെ പടം. ഞാൻ ചോദിച്ചു, എന്തിനാ ഇന്ത്യയുടെ പടം വരച്ചേക്കുന്നത്? അപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാനാണ്. ഞാൻ പറഞ്ഞ് സഭേനകത്ത് ഗ്ലോബോ വല്ല പടവും വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കൈവച്ച് ഇന്ത്യയുടെ പടം കൈ വരയ്ക്കാതെ. സന്തോഷമില്ലല്ലോ. സ്വോത്രം മനസ്സിലാക്കുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി പച്ചകുത്ത് ടാറ്റു, അത് പറഞ്ഞപ്പോൾ പിള്ളേർക്കൊന്നും സന്തോഷമില്ലല്ലോ. എങ്ങാണ്ടൊക്കെ ടാറ്റു കുത്താൻ പോയി, ഇനി കരയണ്ട, പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ആവശ്യമില്ലാത്ത ടാറ്റു ഇതൊക്കെ വെച്ചാൽ ശപിക്കപ്പെട്ടവനാ. അവൻ പാളയത്തിനകത്ത് തള്ളപ്പെട്ടവനാ. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആൻറ്റി ക്രൈസ്റ്റ് വരും, അവൻ അടിച്ചേൽപ്പിക്കും. യഹൂദൻ അത് കൊള്ളത്തില്ല. അതാ യഹൂദൻ്റെ പീഡാകാലം. എല്ലാവരും കേട്ടാട്ടെ. അന്ന് യഹൂദൻ്റെ തല എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ അറക്കും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. യേശു എന്ത് പറഞ്ഞ മാമേ? ജെറുസലേമേ, ജെറുസലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. കരമുയർത്തുന്നവർക്കായി കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, അച്ഛാ, കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്ത യഹൂദൻ്റെ കഴുത്ത് ദാണ്ടെ സിറിയയിലും മൊസൂളിലും IS-ന്റെ തീവ്രവാദികൾ അറുത്തതുപോലെ കഴുത്തറുത്ത് രക്തം താഴെ വീഴും. ആ രക്തസാക്ഷികളുടെ പേരാ സഭയെടുക്കപ്പെട്ടാൽ പീഡാകാല രക്തസാക്ഷികൾ. എന്നാൽ ഇന്ന് രാത്രി യഹൂദൻ്റെ തലയറുത്ത് രക്തം താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം ഇവിടെ നടക്കും. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മടങ്ങി വരും. ഇന്ന് രാത്രി ഭാസ്കർ നഗരെ ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി ചീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലത് നിവർത്തിയായി. ഒരു സൈന്യാധിപൻ കുന്തമെടുത്ത മാമേ, ഓ യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തേ 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി ടെറ്റലസായി സകലത് നിവർത്തിയായി. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഭാസ്കർ നഗരെ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി റോഡിനകത്തോ തെരുക്കോണിനകത്തോ വീതിക്കകത്തോ ഇരിക്കുന്ന സഹോദരങ്ങളെ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. കരമുയർത്തുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. The last day आज रात को अपना आखिरी वाला संदेश इधर चल रहा है. ना किधर भी जाने का, ना भगाड़ नहीं जाने का, ना खर्चा करने का, ना कुछ भी नहीं करने का. भाइयों बहनों, आज रात को 4वां दिन में आप लोग बैठेगा. आज रात को अपना संदेश सुनने वाला भाई बहन, अपना परमेश्वर उनका बेटा यीशु मसीह को पाप का परिहार मेरे लिए इधर धरती में भेज दिया. उन्होंने तीसरा तीरसान में कालवरी का पहाड़ के अंदर 2 छोर का बीच में मृत्यु हो गया. एक भगजवाल आया, अच्छा तरफ से एक चाकू मेरा यीशु को पेट में मारा. उधर से 5 लीटर खून निकल गया. उनका खून से मेरे को सफाई करो. किसी भाई बहन आज रात को हाथ उठाएगा, आपका नाम जीव का किताब में डालेगा. जिनका नाम जीव का किताब में डालना, उनको पकड़ने के लिए मेरा यीशु फिर भी आएगा. കരമുയർത്തുന്നവർക്കായി ജീവപുസ്തകത്തിൽ പേരെഴുതിയവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി.
ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വായിക്കുന്നു. ഒന്നാമത്തെ ഇടവേള ആമോസ് 4:12. ഇനി 2 വാക്യം കൂടെ ഉള്ളു. ആമോസ് 4:12 വായിച്ചോട്ടെ മക്കളെ. അതുകൊണ്ട് ഇസ്രായേലേ ഞാനിങ്ങനെ നിന്നോട് ചെയ്യും. ഞാൻ നിങ്ങളെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ആ കാര്യം ഉയർത്തിയാട്ടമ്മാമ. ഇതാ ബെയ്ത്തോമിന്റെ മുമ്പിലെല്ലാം എഴുതി വെച്ചിരിക്കുന്ന വാക്യം. AG-യിലും TPM-ലും CSI-ലും ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒന്നാമത്തെ ഇടവേള നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടന്നു. കരമുയരുന്നില്ലല്ലോ. പെട്ടകത്തിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാതിൽ ഇവിടെ തുറന്നു കിടക്കുക. പെട്ടകത്തിന്റെ വാതിലടയാറായി. ഇന്ന് രാത്രി നാട്ടുകാരോടും വീട്ടുകാരോടും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഈ വാതിലിൽ കൂടി കടക്കുന്നവൻ പിതാവിന്റെ സന്നിധിയിലെത്തും. കരമുയർത്തുന്നവർക്കായി നോഹയുടെ പെട്ടകത്തിന്റെ വാതിലടച്ചിട്ട് പെരുമഴ വരുന്നത് പോലെ പെട്ടകത്തിന്റെ വാതിലടയുന്നതിന് മുമ്പ് ക്രിസ്തു എന്ന രക്ഷയുടെ പാത്രത്തെ കൈക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ വാർത്തെടുക്കട്ടെ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു ഭാസ്കർ നഗറെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഈ വരുന്ന മൈക്രോചിപ്പ് മനുഷ്യന്റെ കൈമേലും നെറ്റിമേലേക്കും വരാൻ പോകുന്ന 6 കാര്യങ്ങൾ. ഈ ചിപ്പ് വേണോ, രക്ഷകന്റെ ചിപ്പ് വേണോ എന്ന് രാത്രി പറയുമ്പോൾ അവസാനിക്കും. പ്രസംഗം ഇവിടെ തീരുന്നില്ല. അതിനാസ്പദമായി ഒന്നാമതായി ഇവിടെ വന്നു ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്നു. ആധാർ എല്ലാ സ്ഥലത്തും വന്നു. ആധാർ ഇതാ കിടക്കുന്നു. ഇതില്ലാതെ ഒരു ട്രാൻസാക്ഷൻ നടക്കത്തില്ല. എന്തിനും ആധാർ. 2013 എല്ലാ ATM കാർഡുകളിലും 4 ചിപ്പ് വന്നു. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. അത് കഴിഞ്ഞിട്ട് മൂന്നാമതായി ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. പണ്ട് നമ്മുടെ നെല്ലിമൂടോ കാഞ്ഞിരങ്ങളോ ആനയെ ഉത്സവത്തിന് കൊണ്ടുവരുമ്പോൾ പാപ്പാൻ തിടമ്പു എടുത്ത് കൊട്ടി പോവായിരുന്നു. ആ കാലം പോയി. ഇന്ന് ആനയെ ഉത്സവത്തിന് കൊണ്ടുവരുമ്പോൾ പോലീസിൻ്റെ SHO ചോദിക്കും, എന്താ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മൃഗ ഡോക്ടർ. അതില്ലാതെ ആനയെ ഉത്സവത്തിന് തിടമ്പെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആനയുടെ വാലിൽ ചിപ്പുണ്ടോ? ബാക്കി എല്ലാവരും കേട്ടാട്ടെ സയൻസ് കൂടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇടുക്കിയെ പറപ്പിച്ച് അരിക്കൊമ്പൻ ഇപ്പം നെടുമങ്ങാടിനോട് ചേർന്ന് തിരുനെൽവേലിയോട് ചേർന്ന് കോതയാറിൽ നിൽക്കുക. മലയാള മനോരമ ഒരു ഫോട്ടോ വന്നു. അരിക്കൊമ്പൻ നല്ലോണം വെള്ളം കുടിക്കുന്നു. ഒരു കൊച്ചു പയ്യൻ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് പറയാം, പാസ്റ്റർ ഈ അരിക്കൊമ്പൻ മാനസാന്തരപ്പെട്ടു എന്ന്. ഞാൻ ചോദിച്ചു എന്തുവാ സംഭവം എന്ന്. അപ്പം അവൻ വെള്ളം കുടിക്കുന്നെന്ന്. അപ്പോൾ ആരാണ്ട് ഫോട്ടോ എടുത്തെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, അരിക്കൊമ്പൻ്റെ അടുത്ത് മനോരമയുടെ ജോണി ലൂക്കോസും കാണിച്ചെന്ന് ഫോട്ടോ എടുക്കാൻ പോയാൽ പിന്നെ ക്യാമറയും കിട്ടിയാല ജോണി ലൂക്കോസിനെയും കിട്ടിയാല. ഇത് മൈക്രോ ചിപ്പിനകത്ത് സാറ്റലൈറ്റ് വഴി അരിക്കൊമ്പൻ വെള്ളം കുടിക്കുന്ന ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആനയെ മേയ്ക്കുന്നത് ആര്? സന്തോഷമല്ലല്ലോ. ആരാ? വഴിമുക്കിലെ വാസവൻ ചേട്ടൻ. സന്തോഷമില്ലല്ലോ. ആനയുടെ വെയിറ്റ് എത്ര? 4000 കിലോ. വാസവൻ ചേട്ടൻ 55 കിലോ. ഒരു ചുള്ളിവടി, ജവാന്റെ റമ്മ്, കുഞ്ഞു മൊബൈല്, ടോർച്ച്. സന്തോഷമില്ലല്ലോ. വഴിമുക്ക്, നെയ്യാറ്റിങ്കര, പാറശാല, കളിക്കാവിള. ആനയുടെ വെയിറ്റ് 4000. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ചിമ്പാൻസിയാണോ? കൊരങ്ങനാണോ? ഒന്നുമല്ല. മനുഷ്യൻ ദൈവം അതിശയവും ഭയങ്കരവുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. കരമുയർത്തുന്നവർക്കായി അടക്കി വാഴുക. 4000 കിലോ വല്യാന, കുഞ്ഞ 3000. ലെഫ്റ്റ് റൈറ്റ് സിഗ്നലും വേണ്ട, ഇൻഡിക്കേറ്ററും വേണ്ട. സ്വത്രം വഴിമുക്ക് വാസവൻ ചേട്ടൻ പിന്നെ പാപ്പാൻ മനസ്സിലാകുന്നവർക്കായി. അത് ആന. 4ാമത്തെ കാര്യം ഏറ്റവും നിർണായകം. 2 കാര്യം. 4ാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. ഏറ്റവും നിർണായകമായി RFID പാസ്പോർട്ടിൽ അതിൻ്റെ പേരാ വിരാട് കോഹ്ലി. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യത്ത്, എല്ലാവരും കേൾക്കണം, വിദേശ രാജ്യത്ത് പോകുന്ന എല്ലാവർക്കും അവർ പാസ്പോർട്ടിനകത്ത് RFID കൊടുക്കുന്നു. ഏത് രാജ്യത്തേക്കും ദാണ്ട് സ്കാൻ ചെയ്തങ്ങ് പോകാം. റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ പാസ്പോർട്ടിനകത്ത്. പാസ്പോർട്ട് തുറന്നു നോക്കണ്ട, ഒരു മൈക്രോ ചിപ്പ് വെച്ചാൽ കാര്യം റെഡിയാകും. ഈ പേനയുടെ വില എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിവിടെ വന്നു. കർത്താവിൻ്റെ ദാസൻ കുഞ്ഞോനിച്ചാനും ഞങ്ങളുടെ ബാലരാമപുരത്തെ പേനയുടെ വില അറിയത്തില്ല. ഒറ്റ കാണീർ കീ കൂക്കു റെയ്നോൾസ് 22. സന്തോഷമില്ലല്ലോ. സ്വത്രം കുഞ്ഞ്. ഇതുവഴി ലോകം മുഴുവൻ ഒരുവൻ്റെ കരങ്ങളിലേക്ക് വരാൻ പോകുന്നു, അന്ത്യകാലത്തിലേക്ക്. 5ാമത്തെ കാര്യം RFID വന്നു വണ്ടിക്കകത്ത്. പലരും വിചാരിക്കും ഈ കിടക്കുന്ന കാറിനകത്ത് ചിപ്പ് വെച്ചേക്കുന്നത് ചിപ്പല്ല, ബാർകോഡ്. അത് യഥാർത്ഥത്തിൽ മൈക്രോ ചിപ്പാ. കാറിനകത്ത് നിങ്ങളുടെ പൈസ കട്ടാവുന്നതല്ല. കോവളത്തൂടെ പോയാലും അത് കഴിഞ്ഞിട്ട് മണ്ണുത്തി പോയാലും എവിടെ പോയാലും കാശ് വണ്ടിയിലുണ്ട്, സ്കാൻ ചെയ്യും. RFID. അതിലൊരു പെരരായിരുന്നു കൊടകര കുഴൽപ്പണ കേസ്. ഇതുവരെയും തീർന്നിട്ടില്ല. ആൾക്കാർ വിചാരിച്ച് ടോള് കട്ടാവുമെന്ന്. ക്യാമറ വഴി നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് നല്ല നോട്ട്. അതുകൊണ്ട് ഭാസ്കർ നഗറിലെ ചേട്ടന്മാരോട്
2 ലക്ഷം രൂപ കൂടുതൽ വണ്ടി കൊണ്ടുപോരുത്, പിടിച്ചാൽ കോടതി നിൽക്കേണ്ടി വരും. മനസ്സിലാകുന്നവർക്കായി അതാണ് RFID കാറിനകത്ത്. 6ാമത്തെ കാര്യം QR കോഡ്. ഇന്നെല്ലാം QR കോഡ് സ്കാൻ ചെയ്യുക. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, ദാണ്ടേ എല്ലാവരും കേൾക്കണം, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പണ്ട് ടിക്കറ്റ് എടുക്കണം, ബോർഡിംഗ് പാസ് കാണിക്കണം. കുഞ്ഞ് ഇന്ന് അതൊന്നും ചെയ്യണ്ട. ദാണ്ട് ഈ QR കോഡ് ഒരു ഗ്ലാസ്സിനകത്ത് വെക്കുമ്പോൾ തന്നെ ഡോറ് തുറന്നു വരും. പാസ്പോർട്ടും കൊടുത്താൽ മതി. അതാറ് ഗൾഫ് രാജ്യങ്ങൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്യൂ നിൽക്കണ്ട. കണ്ണ് തുറക്കുമ്പോൾ ഗേറ്റ് തുറക്കും, കൈ വെക്കുമ്പോൾ ഗേറ്റ് തുറക്കും. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം വരുന്നത് ഒരു മൈക്രോ ചിപ്പിലേക്ക്. ഇവിടുന്ന് രാത്രി നിങ്ങൾ കേൾക്കണം ഒരു മൈക്രോ ചിപ്പിൻ്റെ പ്രത്യേകത. അമേരിക്കയിലെ ജോൺസൺ ആൻഡ് ജോൺസൺ, അത് കഴിഞ്ഞിട്ട് മൊട്രോള, അവർ പറയുന്നു കൈക്കകത്തൊരു ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെ ഒരു മൈക്രോ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററിയും കൊടുത്താൽ മൊബൈൽ വേണ്ട, സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാം. ലോക മനുഷ്യനെ മുഴുവൻ കമ്പ്യൂട്ടർ വഴി നിയന്ത്രിക്കാൻ പോകുന്നു. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞു തരാം. അതിനാസ്പദമായി 6 കാര്യങ്ങൾ കേൾക്കണം. 2016 അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ കയറി. അവൻ്റെ പേര് ഇലോൺ മസ്ക്. അവൻ ആദ്യമായിട്ട് ഒരു സാറ്റലൈറ്റ് തുടങ്ങി. ആ സാറ്റലൈറ്റ് സ്റ്റാർലിങ്ക് ഇൻ്റർനാഷണൽ. അതാ ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. അതിനാസ്പദമായി മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് വെക്കാൻ തയ്യാർ. അതിന് പേര് കൊടുത്ത ന്യൂറോലിങ്ക്. മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റം സാറ്റലൈറ്റ് വഴി ഊറ്റിയെടുക്കാം. ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കേട്ടോണം, അന്ത്യകാല സംഭവമായി പറയുന്നത്. ഇന്ന് എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റിനെ, എല്ലാവരും കേട്ടോണേ, എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റിനെ പ്രതിരോധിക്കാൻ 5 രാജ്യങ്ങൾക്കേ കഴിയൂ. 1 അമേരിക്ക, 2 റഷ്യ, 3 ചൈന, 4 ഇന്ത്യ, 5 ഇസ്രായേൽ. ബാക്കി എല്ലായിടത്തും വരാൻ പോകുന്നു ഫ്രീ വൈഫൈ. ഇപ്പം ഇവിടെ നടന്നൊരു സംഭവം വായിക്കുന്നവരെല്ലാം കേട്ടോണം. ഇന്ത്യയുടെ 3 അയൽ രാജ്യങ്ങളുണ്ടായിരുന്നു. 1 ബംഗ്ലാദേശ്, 2 ശ്രീലങ്ക, 3 നേപ്പാൾ. ഇവിടെ ഭരണകൂടം തകർന്നതായിട്ട് വല്ലതും അറിയാവോ? കരമുയർത്തുന്നവർക്ക് ഇത് 3 എണ്ണവും തകർന്നു പോയി. കര ഉയർത്തിയാട്ടച്ചായ. അതിനവർ പേരിട്ട് ജെൻസി. എന്താ ജെൻസി? കാഞ്ഞിരംകുളത്തെ അവരാച്ചാൻ്റെ മോൾ ജിൻസിയും ഫ്രൻസിയും അല്ല. മനസ്സിലാകുന്നവർക്കായി ജെൻസി. മനസ്സിലാകുന്നവർക്കായി 25 വയസ്സിൽ താഴെയുള്ള പിള്ളേർ കമ്പ്യൂട്ടർ വഴി റോഡിലിളകി. അത് ഇവിടുത്തെ പാർട്ടിയും റെഡിയായി. കോക്രോച്ച് ജനതാ പാർട്ടി. സന്തോഷമില്ലല്ലോ. ബാക്കി കേട്ടോ മാമേ, എന്താ സംഭവം? കാശ്മീർ പ്രശ്നമുണ്ടായ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യും, പിന്നെ സന്ദേശമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കേരളത്തിലെ കാര്യം പറയാൻ പോവാ. അതിനുശേഷം എന്താ? പഞ്ചാബി കലാപം ഉണ്ടായി, ഇൻ്റർനെറ്റ് കട്ട് ചെയ്യും. വാട്സപ്പും പോകത്തില്ല, ഫേസ്ബുക്കും പോകത്തില്ല. പക്ഷേ നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ മൊബൈലിൽ വൈഫൈ ഇറങ്ങിയ പോലെ ആരാ? എലോൺ മസ്ക് ഫ്രീ വൈഫൈ കൊടുത്തതാ. ജനം മുഴുവൻ റോഡിലിളകി. അന്ത്യകാലം. മനസ്സിലാകുന്നവർക്കായി. ഇപ്പം കേരളത്തിൽ നടന്ന സംഭവം അറിയാമോ? കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി 3 പേര് പിടികൂടിയപ്പോൾ 2 പിള്ളേരെങ്ങാണ്ട് വോയിസ് ക്ലിപ്പ് ഇട്ടെന്ന് നമ്മുടെ വീടിക്ക് വേണ്ടി നമുക്ക് റോഡിൽ ഇറങ്ങണമെന്ന്. സന്തോഷമില്ലല്ലോ. ആരെങ്കിലും പോസ്റ്റർ അടിച്ചു വച്ചായ നെയ്യാറ്റിങ്കര തൊട്ട് കണ്ണൂർ വരെ ഈ 2 വോയിസ് ക്ലിപ്പ് പോയി സകലത് റോഡിലിറങ്ങി. മനസ്സിലാകുന്നവർക്കായി. പോസ്റ്റർ വേണ്ട, നേതാവ് വേണ്ട, ഒന്നും വേണ്ട. ഇന്ത്യയിലെ സുപ്രീം കോടതി ജോലിയില്ലാത്ത പിള്ളേരെ വിളിച്ചതാ കോക്രോച്ച് എന്ന്. അപ്പോൾ എവിടെ പൂനാക്കാരെ ഒരു 39കാരൻ കമ്പ്യൂട്ടറിൽ ഒരു പാർട്ടി കൊണ്ടുവന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പം 5 കോടി പേരാ എന്ന് പറയുന്നു. ഇന്നങ്ങാണ്ട് ആരും നോട്ടീസ് പോസ്റ്റുമില്ല. എറണാകുളത്ത് മറൈൻ ഡ്രൈവിലും ചെറുപ്പക്കാർ ഇറങ്ങാൻ പോകുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. ഇതെന്താ? അന്ത്യകാലം. ഇൻ്റർനെറ്റ് ലോകത്തെ പിടിക്കും. വായിക്കണ്ട. വെളിപ്പാട് 13:7. അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. കരമുയർത്തുന്നവർക്കായി ഈ ഇളക്കം എന്താ? ബൈബിളിന്റെ പ്രവചനം നിവർത്തി. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്. സതീശന് വേണ്ടി ജനമിളകിയെങ്കിൽ, കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി ജനമിളകിയെങ്കിൽ, ബംഗ്ലാദേശിൽ ജനമിളകിയെങ്കിൽ, നേപ്പാളിൽ ജനമിളകിയെങ്കിൽ, ശ്രീലങ്കയിൽ ജനമിളകിയെങ്കിൽ, ഈ ജനത്തിന്റെ ഇളക്കത്തിന്റെ നടുവിൽ ഒരു സംഭവം നടക്കുക. സകല ജാതികളുടെ മനോഹര വസ്തു വരും. ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? ഇന്ന് രാത്രി ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, CSIയുടെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, ഹൈന്ദവന്റെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയണം. 6 കാര്യങ്ങൾ. മൊട്രോള, എലോൺ മസ്ക്. നിങ്ങളുടെ കയ്യിലൊരു ബാൻഡേഡ് ചുറ്റുന്നോല് ഒരു മൈക്രോ ചിപ്പും വെച്ച് ബാറ്ററിയും കൊടുത്താൽ മനുഷ്യനെ സാറ്റലൈറ്റ് വഴി നിയന്ത്രിക്കും. ഇംഗ്ലീഷ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, എർവിൻ, എമോഷണൽ
റോബോട്ടിക് വയർലെസ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫാന്റാസിയ. അപ്പോൾ നിങ്ങൾ പറയും പാസ് പറയുന്നത് ശരിയാണെന്ന്. പണ്ട് ഇവിടെ പോങ്ങൂട്ടിലെ സൗണ്ട് നമ്മുടെ സൗകര്യം കേട്ടോട്ടെ. പണ്ട് ഇവിടെ കൺവെൻഷൻ വന്ന് ഡീസൽ മേടിക്കാൻ പോയി. CD പാട്ടിട്ട് കട്ടാലത്തിന് പോയത് കാഞ്ഞിരംകുളത്ത്. CD കട്ടുവായിപ്പോയി. ഉദയകുമാർ ബ്രദറിനെ എല്ലാവരും വിളിക്കുന്നത് കൺവെൻഷൻ ഉണ്ടോ, റെക്കോർഡില്ലല്ലോ, സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇന്ന് അങ്ങനാന്നു. മോനിവിടെ വരും, മോണിറ്ററിനകത്ത് ശോശാമാമ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പെൻ ഡ്രൈവ് കുത്തും, സന്തോഷമില്ലല്ലോ. കാട്ടാക്കട പോയിട്ട് വന്നാലും പാട്ട് തീരത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഒരു ഫിലമെൻറ്റ്, ഈ ടെക്നോളജിയാ കൈക്കകത്ത് ഒരു ഫിലമെൻറ്റ് ബാറ്ററിയും വെച്ച സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യും. അതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ടെക്നോപാർക്കിലെ പിള്ളേർക്ക് മൊത്തം അറിയാം. ബൈബിളിനകത്തുണ്ടോ? ഒരുവൻ ലോകം ഭരിക്കും. സഞ്ചാർ സാത്തി ആപ്പ് സ്റ്റാർലിങ്ക് വഴി ലോകം മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു. ന്യൂ വേൾഡ് ഓർഡർ. വായിക്കാം വെളിപ്പാട് 13:10 കാര്യം കേട്ടിട്ട് ഇന്ന് രാത്രി എഴുന്നേക്കാം. ബാക്കി കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ മറ്റൊരിക്കൽ വായിച്ചാട്ടെ. പക്ഷേ വെളിപ്പാട് 13:10 തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. കുഞ്ഞു വായിച്ചാട്ടെ, വായിക്കാം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ദാ കിടക്കുന്ന എല്ലാവരെയും ഇതിന്റെ കീഴിൽ കൊണ്ടുവരുമെന്ന്, ഇന്റർനെറ്റിന്റെ കീഴിൽ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അതാ ഈ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട കൊലപാതകങ്ങളെല്ലാം നടക്കില്ലേ ഇപ്പൊ. ഇവിടെ വിശുദ്ധന്മാരുടെ, വായിക്കാം മോനെ, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ചേർക്കാൻ കാന്തൻ വരും. ദാണ്ട് മോനിത് ക്ലിയർ ആയിക്കോണം. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ തലച്ചോറ് ഊറ്റിയെടുക്കുക. ഒരു മനുഷ്യന്റെ തല 3 ഘടകം: 1 സെറിബ്രം, 2 സെറിബെല്ലം, 3 ബെഡില്ല ബ്ലാങ്കറ്റ. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി, ഇതെല്ലാം തലച്ചോറില. ആ കുഞ്ഞിന്റെ തല നോക്കി അമ്മണി ചേച്ചി പറയുന്നത് നിന്റെ തലയെ മണ്ണാങ്കട്ടയാന്ന്. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞു പഠിക്കാത്തതിന് ദൈവത്തെ കുറ്റം പറയരുത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ ചിന്ത, ബൈബിൾ സയൻസ് 1 മിനിറ്റ് 40 ചിന്ത, 1 മണിക്കൂർ 2400 ചിന്തയായി ഈ കൊച്ചു മരോട്ടി തല കൂടെ പോകുന്നത്. ഇന്ന് ഞാൻ ഇവിടെ വയ്ക്കുന്നെങ്കിൽ എൻ്റെ ചിന്ത കാനഡ വരെ ഓടിയെത്തും. അത്ര തലച്ചോറിന്റെ മസ്തിഷ്കത്തിന്റെ വലിപ്പം. അങ്ങനെയെങ്കിൽ അതിനെ സാറ്റലൈറ്റ് പറ്റി ഊറ്റിയെടുക്കാം. ഇതാടക്കുന്നു ബാർകോഡ് വഴി പേനയുടെ വില കാണുന്നത് പോലെ സാറ്റലൈറ്റ് വഴി ഊറ്റിയെടുക്കാം. ഇതായി കുഞ്ഞു വായിച്ച എർവിൻ, എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. ലോകം കാണാൻ പോകുന്നു. +2 സ്റ്റുഡൻസ്, ടുമാറോ യു ആർ ഗോയിങ് ടു യുവർ സ്കൂൾ. +2 ടീച്ചേഴ്സ് ആർ അലൗഡ് ദ CS ക്ലാസസ്. ദേ ആർ സേയിങ് ദാറ്റ് മാറ്റർ. ഇന്റർനെറ്റ് വഴിയരികെ എവിടെ നിന്നാലും മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലിമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. 6 കാര്യങ്ങൾ ഇന്ന് രാത്രി ഇപ്പോൾ അവസാനിപ്പിക്കാം. അതിനാസ്പദമായി ഇന്റർനെറ്റ് വന്നു. ആസ്പദമായി എലോൺ മസ്ക്. എല്ലാവരും കേൾക്കണം. ദാണ്ടേ ലോകം ടെലിപ്പതിയിലേക്ക് എല്ലാവരും ഇത് കാണണം. പിന്നെ ലൈവിൻ്റെ ലിങ്ക് മേടിക്കണം. ഇതാ അടക്കുന്നു ലോകം ടെലിപ്പതി. ഒരു പയ്യൻ ദാണ്ടേ 8 വർഷമായിട്ട് പക്ഷാഘാതം പിടിച്ച് കിടക്കുക, എഴുന്നേക്കാൻ പറ്റിയില്ല. എലോൺ മസ്ക് എന്നൊരു ചിപ്പ് കൊടുത്തു. കമ്പ്യൂട്ടർ ചെയ്ത് മോണിറ്റർ ചെയ്തപ്പോൾ അവൻ ഏത് മരുന്ന് വേണമെന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു. പാസ്റ്റർമാരെ ദാ കിടക്കുന്നു. ലോകം മെഡിക്കൽ സയൻസ് വിളിക്കുക. 8 മണിക്കൂർ അവൻ ചെസ്സും കളിച്ചു. ദാ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് മലയാള മനോരമയാണ്. സജു ചാത്തന്നൂരല്ല. 2025 ജനുവരി മാസം 31 കഴിഞ്ഞ വർഷം ജനുവരി 31 മലയാള മനോരമ എഴുതിയ മസ്തിഷ്കത്തിൽ ചിപ്പ്, ന്യൂറോ ലിങ്ക്, വഴിത്തിരിവ്. മനുഷ്യന്റെ തലയിലും കൈമേലിന്റെ തുടക്കം മസ്തിഷ്കത്തിൽ ചിപ്പ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യം കൂടെ കേട്ടാട്ടെ. അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ ആൾറെഡി അദ്ദേഹം ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാ കിടക്കുന്നു. ബരാക് ഒബാമ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്തു. ഇന്ന് രാത്രി ഭാസ്കർ നഗറിനോട് ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചങ്ക് തകർന്ന് പ്രസംഗിക്കുന്നത്. അച്ചായ അമ്മാമേ, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. കമ്പ്യൂട്ടറില്ല, നെറ്റ്വർക്കില്ല, വൈബി ഇല്ല, 4G ഇല്ല. പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ പറഞ്ഞു, കൈമേലും നെറ്റിമേലും മുദ്ര. കരമുയർത്തുന്നവർക്കായി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ച വചനത്തിന് മാറ്റമില്ല. ഭാസ്കർ നഗർ ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി. നമ്പർ 1 ലോകം വരവേൽക്കുന്നു. ചിപ്പ് വരാൻ പോവാ. രണ്ടാമത്തെ കാര്യം എല്ലാവരും കേട്ടാട്ടെ. ഇന്ന് ഇയർലി ഡിറ്റക്ട്, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കാണും. ബ്ലഡ് കൗണ്ട് കുറയുമ്പോഴേ വെളിപ്പെടുന്നത്. ഹാർട്ട് അറ്റാക്കും ബ്ലഡിന്റെ വേരിയേഷനിലാണ്. 15 വർഷം മുമ്പ് ഒരു ചിപ്പ് വെച്ചാൽ ഹാർട്ട് അറ്റാക്കും ബ്ലഡ് കൗണ്ടും വരുന്നത് കുറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ക്യാൻസറും അറിയാൻ പറ്റുമെന്ന്. 15 വർഷം. അതിന് മെഡിക്കൽ സയൻസ് വിളിക്കുന്ന പേര്, ലൈവ് കണ്ടോണം, ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. 15 വർഷം കൂടെ ആയുസ് കിട്ടുമെന്ന്. അപ്പോൾ ആര് വെക്കും? പാവപ്പെട്ട ഭാഷമാർ വെക്കുമോ?
നിങ്ങളെപ്പോലുള്ളവർ വെക്കുമോ? ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ എവിടുന്നെങ്കിലും ഒരു ചിപ്പ് വെക്കും. 15 കൊല്ലം കൂടെ പ്രസംഗിച്ചാൽ കവർ കിട്ടും. മനസ്സിലാക്കുന്നവർക്ക് സ്തോത്രം. എത്ര ലൈഫ് എക്സ്റ്റൻഷൻ. മൂന്നാമത്തെ കാര്യം, ഈ ടെക്നോ പാർക്ക്, അവിടുത്തെ വലിയ കമ്പനികൾ UST ഗ്ലോബൽ, അത് കഴിഞ്ഞിട്ട് ഇൻഫോസിസ്, ടാറ്റ കൺസൾട്ടൻസി, വലിയ മാനേജർമാർ ശമ്പളം 30 ലക്ഷം രൂപയൊക്കെയാണ്. കേട്ടോ, ആ കമ്പനി വരുന്ന കൊട്ടേഷൻ ഇവർ മറിക്കുന്നു എന്നൊരു പേടി. ഓണർക്ക് ചോദിക്കാൻ പറ്റുമോ? അവൻ നാളെ വരത്തില്ല, സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് അവനോട് പൊന്നെ ചക്കരെ മോനെ എന്ന് പറഞ്ഞൊരു മൈക്രോ ചിപ്പ് കൊടുക്കും. അതിൻ്റെ ബാർകോഡ് ആരുമായിട്ട് ലിങ്ക് ചെയ്യും? മുതലാളിയുടെ ലാപ്ടോപ്പുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇവൻ ആരോട് സംസാരിക്കുന്നെന്ന് ഈ ചിപ്പ് മുതലാളിക്ക് മെസ്സേജ് കൊടുക്കും. സന്തോഷമില്ലല്ലോ. അത് എലോൺ മസ്ക് പറയുന്നു, ഇവിടുത്തെ കമ്പനിക്കാരെല്ലാം പറയുന്നു ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പം നിങ്ങൾ ചോദിക്കും പാസ്റ്റർ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു. സന്തോഷമില്ലല്ലോ. പണ്ട് നിങ്ങൾ വാഹനത്തിന് ലോൺ എടുക്കും, ഫെഡറൽ ബാങ്കിൽ നിന്ന് ബാങ്ക് മാനേജർ കുഞ്ഞമ്മ ചെറിയാൻ 28-ാം തീയതി പാസ്റ്റർ വിളിക്കും, പാസ്റ്റർ പ്രൈസലോ 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ, 31-ാം തീയതിക്കകത്ത് ലോൺ അടച്ച് കാര്യം റെഡിയാക്കണമെന്ന്. ഇപ്പം അങ്ങനെ ആന്നു. രാത്രി പാസ്റ്റർ കറന്നു തുടങ്ങാൻ തുടങ്ങും. 12 മണിക്ക് ഇന്ന് പകൽ മുഴുവൻ വന്ദനമേശു വര പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മൊബൈലിൽ ഒരു മെസ്സേജ്, കീ കൂക്കു, നാളെ ലോണിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അടച്ചില്ലേ കുണ്ടുകാട് സാവു വരുമെന്ന്. പ്രൈസലോ. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി സോഫ്റ്റ്വെയർ എല്ലാം മനസ്സിലാക്കണം. എലോൺ മസ്ക് പറയുന്നത് കളിയല്ല, കുഞ്ഞുങ്ങൾ കേട്ടോണം ലോകം. 4-ാമത്തെ കാര്യം, എല്ലാ പെന്തിക്കോസുകാരും കേട്ടോ, നമ്മുടെ എയർപോർട്ടിൽ ഒരു ദിവസം 8000 പേരൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 ഇടത്തുമായിട്ട് വരുന്നത്. സ്വോത്രം. ദുബായിൽ 1 ലക്ഷം, കൊച്ചി 40,000, കേരളം ഇന്ത്യയൊക്കെ ലക്ഷങ്ങൾ വരും. ഇവരെന്തിനു വേണ്ടി വരുന്നു? ബാലരാമപുരത്തൂടെ ഭാസ്കർ നഗർ കൂടെ ഒരു ചെറുപ്പക്കാരൻ പല ദിവസം യാത്ര ചെയ്യുമ്പോൾ ഭാസ്കർ നഗറിലെ ചേട്ടൻ ചോദിക്കും, മോൻ എവിടെ പോവാ, എന്തുവാ കാര്യമെന്ന്. 8000 പേരെ തടഞ്ഞു നിർത്തി കേരള പോലീസിന് വല്ലതും ചോദിക്കാൻ പറ്റൂ? അപ്പോൾ എലോൺ മസ്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഇറങ്ങി വരുമ്പോൾ ഒരു ക്യാമറയ്ക്കകത്ത് മൈക്രോ ചിപ്പ് വച്ചാൽ അവൻ്റെ തല അമ്മ കൂറ്റിയെടുക്കാമെന്ന്. അവൻ കവർ ചെയ്യാനോ കൊള്ള ചെയ്യാനോ പ്ലെയിനിൽ നിന്ന് ഇങ്ങനെ കൺവയർ വരി ഇടങ്ങി വരുമ്പോൾ ആ സൈഡ് ഇതാണ്ട് കറക്റ്റ്. ഈ സംസാർ ക്ലിയറാ. ഈ ലൈറ്റ് കൊടുത്തതുപോലെ ലൈറ്റ് കൊടുത്താൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ തലയിലെ കാര്യം ഊറ്റിയെടുക്കാം. കൊലപാതകത്തിന് വന്നോ രാജ്യദ്രോഹത്തിന് വന്നോ അങ്ങനൊരു കാര്യം. അപ്പം നിങ്ങൾ പറയും ഇതൊക്കെ നടക്കുമെന്നോ? എവിടെ? പണ്ട് ബാലരാമപുരത്തുനിന്ന് നിങ്ങൾ സിറ്റിയിലോട്ട് പോകും, അവിടെ പ്രാവച്ചമ്പലത്ത് വെച്ച് പോലീസ് എങ്ങാനും ഒരു ക്യാമറ വഴി ഫോട്ടോ എടുക്കും. അതൊക്കെയായിരുന്നു പണ്ട്. ഇപ്പം എവിടാ? പ്രാവച്ചമ്പലത്ത് മതിലെ 4 ക്യാമറ തൂക്കിയിരിക്കുക. സ്വോത്രം. നമ്മൾ ബാലരാമപുരത്തുനിന്ന് സഹോദരനും കൂടെ പോവുക. സഹോദരൻ പറയും ഞാൻ പെട്ടെന്ന് പോവാ, തൊപ്പിയൊന്നും എടുക്കണ്ടെന്ന്. പ്രാവച്ചമ്പലം കഴിഞ്ഞ് ഈ ക്യാമറ ഒറ്റയടി കരമന എത്തുന്നതിന് വിട്ട് മൊബൈലിൽ പ്രൈസ് തലോട്, തലേ തൊപ്പിയില്ല. സന്തോഷമില്ലല്ലോ. 4 മിനിറ്റ് ആയി. അവൻ്റെ മൂത്ത ചേട്ടനാ സംഭവിക്കാൻ പോകുന്നത്. എയർപോർട്ടിനകത്ത് കൺവെയറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ലൈറ്റിനകത്ത് ചിപ്പ് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോ അല്ല, തലയിലിരിക്കുന്ന സാധനം അവൻ്റെ ലാപ്ടോപ്പിൽ വരും. എലോൺ മസ്ക് പറഞ്ഞപ്പോൾ ദുബായ്ക്കാരും അബുദാബിക്കാരും അമേരിക്കക്കാരും പറഞ്ഞു ഞങ്ങൾക്കിത് വേണമെന്ന്. സ്വോത്രം. ഇവിടെ കൊലപാതകത്തിനോ കാര്യം, അമേരിക്കയിലാണെങ്കിൽ കറുത്തവർഗ്ഗക്കാർ കയറി എല്ലാ കാറും മോട്ടിച്ചുകൊണ്ട് പോവുക. കേരളത്തിനേക്കാളും ഭയങ്കര വിഷയം. ഗൾഫ് രാജ്യത്തെ കൊലപാതകം, അത് ബാങ്ക് കുത്തിത്തൊള്ള, ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, ഇന്നത്തെ ബാങ്ക് ഫെഡറൽ ബാങ്ക്, അത് കഴിഞ്ഞ് SBI, അതില്ലയോ എന്ന് അവർ പറയുന്നത്. നമ്മുടെ റിംഗ് ടോൺ മാറിയില്ലയോ? പണ്ട് നമ്മൾ ബാങ്ക് എടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ എടുക്കുമ്പോൾ വേഗം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. ഇന്നതാണോ റിംഗ് ടോൺ? എന്താ KYC കൊടുക്കരുത്, ലോട്ടറി അടിച്ചു, ബാറ്ററി അടിച്ചു എന്നൊക്കെ പറയരുത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു സഹോദരി ബാലരാമപുരത്ത് പൈസ എടുക്കാൻ പോകുമ്പോൾ ദാണ്ട് ഹിന്ദിയിലെ സുഹൃത്ത് അവിടെ നിന്ന് പാട്ട് പാടും. ശോശാമശിഷ്ടം കാണാനല്ല, കണ്ടു കഴിഞ്ഞാൽ അടിച്ചുകൊണ്ട് പോകും. തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറമൂടി ചെറുപ്പക്കാർ കേട്ടാട്ടെ, ആഫ്രിക്കക്കാർ വന്ന് ദാണ്ട മേളി ഒരു ക്യാമറ വെച്ച് സ്കിമ്മർ 1,80,00,000 രൂപ ആൽത്തറമൂട് വെള്ളയമ്പലവും കൊണ്ടുപോയത്. ഇന്നത്തെ വിജിലൻസ് മേധാവി മനോജ് പ്രകാമ അദ്ദേഹന്മാരെ പോയി പൊക്കിക്കൊണ്ടുവന്ന് ജയിലിൽ കിടപ്പുണ്ട്. സ്വോത്രം. കള്ളക്കാർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ലോട്ടറി അടിച്ചു, പാസ്വേഡ്, ബാർകോഡ്. ഇപ്പം ബാങ്കുകാർ പറയുന്നൊരു കാര്യമുണ്ട്, കയ്യിലൊരു മൈക്രോ ചിപ്പ് കൊടുത്താൽ കറൻസി വേണ്ട, നിങ്ങളുടെ UPI വേണ്ട, ഗൂഗിൾ വേണ്ട. ഇത് കാണിക്കുമ്പോൾ ആരും അടിച്ചുകൊണ്ട് പോകത്തില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തിന്നാം, കുടിക്കാം, പൈസ കട്ടാകാം, ട്രാൻസ്ഫർ ആകാം. സംഭവിക്കുമോ? മോനെ ഈ ലൈവ് കൂടെ കൊടു. എന്തായാലും ഈ ആഴ്ച എനിക്കെതിരെ വീഡിയോ വരും. അതിനും വിട്ട് പ്രസംഗം ക്ലിയർ ആകട്ടെ. സ്വോത്രം. എല്ലാ പ്രാസംഗികരും താടി ഇറക്കുക. സ്വോത്രം. അതിനും വിട്ട് മോനെ ആധാറും വിരലടയാളവും മതി. വിരൽ വെച്ചാൽ കാര്യം റെഡിയാവും. ഇതുകൂടെ ഒന്ന് കൊടുക്കണം. ഈ പ്രസംഗം റെഡിയാകട്ടെ. സ്വോത്രം. ഇത് പറയുന്നത് ശരിയാന്ന് തോന്നുന്നു. എല്ലാവരും കാണണം ഇത്. അവസാന ദിനങ്ങളിലേക്ക് ലോകം ആക്കി. താണ്ടേ അച്ചായനും കണ്ടാട്ടെ. ഇനി നിങ്ങളുടെ OTP നമ്പരും വേണ്ട, ഒന്നും വേണ്ട. മോൻ കൊടുത്താട്ടെ. ആധാറോ
വിരലടയാളമോ കൈ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ട്രാൻസാക്ഷൻ. കണ്ടോ മക്കളെ, മലയാള മനോരമയാ. ആധാർ കൊടുക്കാം, അല്ലെ വിരലടയാളം കൊടുത്താൽ കൈ കാണിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ കട്ടായി എല്ലാം പോകുന്നു. അന്ത്യകാലം. അതാ എലോൺ മസ്ക് പറയുന്നത് കറൻസി രഹിത ലോകം. 5-ാമത്തെ കാര്യം. 6-ാമത്തെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് ഒരു പ്രത്യേക നമ്പർ കൊണ്ടുവരുന്നു, സഞ്ചാർ സാത്തി ആപ്പ്. അത് ഞങ്ങളോട് ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനകത്ത് മനുഷ്യൻ്റെ ലൊക്കേഷൻ അറിയാം. അതുകൊണ്ട് ആ പ്രതിപക്ഷം എന്താ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാവോ? ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ രഹസ്യങ്ങൾ കമ്പ്യൂട്ടർ വഴി ചോരുന്നൊരു കാലം. മനസ്സിലാക്കാം. എന്താ, നിങ്ങൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ പോകുമ്പോൾ പാറശാല ഇഞ്ചിപ്പിള കഴിയുമ്പോൾ, ഞാൻ തമിഴ്നാട്ടിൽ ഉലകത്തിന് മുഴുവൻ കടസിക്കാല ചെയ്തികളും പേസുകൃത് ഇഞ്ചിപ്പിള കഴിയുമ്പോൾ വെൽക്കം ടു BSNL തമിഴ്നാട്. ഞാൻ മതിലിയാടിയത് എൻ്റെ വീട്ടിലും അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. സന്തോഷമില്ലല്ലോ. അതിൻ്റെ പേരാ ഗലീലിയോ പ്രോജക്റ്റ്. അங்கே പോയി 3 നാളുകളെ ഉലകത്തിന് മുഴുവൻ കടസിക്കാല ചെയ്ത് കൊടുത്ത് നൈറ്റുക്ക് இந்த കളിക്കാവിള പക്കം പാറശാല എത്തുമ്പോൾ അടുത്തത് വെൽക്കം BSNL കേരള. 800 സാറ്റലൈറ്റ് ആകാശത്തിൽ കിടക്കുന്ന ഗലീലിയോ പ്രോജക്റ്റ്. അത് എലോൺ മസ്കിൻ്റെ കയ്യിൽ കിട്ടിയാൽ മനുഷ്യൻ എവിടെയെന്ന് ലൊക്കേഷൻ തരും. ബാക്കി ഇന്ന് നേമത്ത് ജയിച്ച ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ, നേമത്തിൻ്റെ ബഹുമാനപ്പെട്ട MLA, അദ്ദേഹം ഇന്ത്യയുടെ IT മന്ത്രിയായിരുന്നു. ചാറ്റ് GPT കോൺഫറൻസ് എവിടെ നടന്നെന്നറിയാമോ? ലണ്ടനിൽ നടന്നു. ലണ്ടനിൽ നടന്നപ്പോൾ എലോൺ മസ്ക് അദ്ദേഹത്തോട് പറഞ്ഞതാ, ഒരു കമ്പ്യൂട്ടറിൽ റോബോട്ടിനെ വെച്ച് കഴിഞ്ഞ് സകല വിവരങ്ങളും ഇന്ത്യക്ക് ഞാൻ തരാം. അതിൻ്റെ തുടക്കം ആ സഞ്ചാർ സാത്തി ആപ്പ്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ? എല്ലാ നാട്ടുകാരും കാണണം. ഞാൻ ഒരു മനുഷ്യനെ കുറ്റം പറയത്തില്ല. ദാണ്ട് എല്ലാ അച്ചാനും കണ്ടിട്ട് കുഞ്ഞുമനച്ചാനും മനുഷ്യനെ മറികടക്ക സൂപ്പർ ഇന്റലിജൻസ്. ദാണ്ട് ഡൽഹി ചാറ്റ് GPT മോനെ കാണിച്ചാട്ടെ. നരേന്ദ്രമോദിജി, എലോൺ മസ്ക്, മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ്, ആന്ത്രോപ്പോ, ഇവരെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്നത് മനുഷ്യന്റെ കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുത്താൽ, ഒരു നിയന്ത്രിത ബുദ്ധിയുടെ കയ്യിൽ കൊടുത്താൽ ലോകം അവന്റെ കയ്യിൽ. ബൈബിൾ ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കരമുയർത്തുന്നവർക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഭാസ്കർ നഗറെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി. അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതാ ഇല തെളുക്കുമ്പോൾ വേനലെടുത്തു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ഒരുവൻ വരുന്നതിന് മുമ്പ്, നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശൻ സാർ കാഞ്ഞിരക്കുളത്ത് വരുന്നതിന് മുമ്പ്, ഇവിടുത്തെ ഗ്രൗണ്ട് ശരിയാക്കും ശ്രീ മോഡിജി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വരുന്നതിന് മുമ്പ്, IB റോ തിരുവനന്തപുരം എയർപോർട്ട് അദ്ദേഹത്തിന്റെ വാഹനം SPG എല്ലാം തയ്യാറായി കിടക്കുന്നവള്. എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് മൈക്രോ ചിപ്പ് ഇവിടെ സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഭരണം അവൻ വരുന്നതിന് മുമ്പ് തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച മണവാട്ടി സഭയെ ചേർക്കുക. എന്റെ കാന്തൻ മടങ്ങി വരാറായി. കരമുയർത്തുന്നവർക്കായി സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിന് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറഞ്ഞ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂടായി മാറ്റാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഭാസ്കർ നഗറെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.